എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന ഈ വീഡിയോയിലെ വിഷയം അത്തം നക്ഷത്രക്കാരുടെ മലയാള പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത്. അതായത് കൊല്ലവർഷം 1202 മലയാള പുതുവർഷം. അതിലെ മലയാള പുതുവർഷത്തെ അത്തം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ഫലം, അതായത് ഒരു വർഷത്തെ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷത്തെ ഫലമാണ് ഇവിടെ പറയുന്നത്. ഈ വർഷത്തെ ഗ്രഹങ്ങളുടെ രാശി നിൽപ്പ് അനുസരിച്ച് ഗുണദോഷ സമ്മിശ്രമായാണ് ഈ അത്തം നക്ഷത്രക്കാർക്ക് ഫലം കാണുന്നത്. അതായത് ഈ ചിങ്ങം പിറന്നു കഴിയുമ്പോൾ, പുതുവർഷം പിറന്നു കഴിയുമ്പോൾ ആ പുതുവർഷത്തിൽ ഗ്രഹങ്ങളുടെ നിൽപ്പ് ഓരോ രാശികളിലും നിൽക്കുന്ന പ്രധാനമായിട്ട് ശനി, വേഴം, രാഹു, കേതു, ഇതാണ് 4 ഗ്രഹങ്ങൾ. പ്രധാനമായിട്ട് ഈ 4 ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ചിട്ടുള്ള ഒരു സമ്പൂർണ്ണ ഫലമാണ് ഈ അത്തം നക്ഷത്രക്കാരെ പറ്റി പറയാനുള്ളത്. ഈ അത്തം നക്ഷത്രക്കാർ കന്നിക്കൂറിൽ മുഴുവനുമായി നിൽക്കുന്ന നക്ഷത്രമാണ്. കന്നിക്കൂറിലാണ് അത്തം നക്ഷത്രക്കാർ വരുന്നത്. അവരെ സംബന്ധിച്ച് ഇപ്പൊ 7 ശനി, കണ്ടകസ്ഥാനത്ത് ശനി നിൽക്കുന്ന സമയമാണ്. 7 കണ്ടകസ്ഥാനമാണ്. അപ്പൊ കണ്ടകസ്ഥാനത്ത് ശനി നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ്. എന്നാൽ അവർക്ക് വേറൊരു ഗുണം വേറെ ഉണ്ട്. അതായത് ഇപ്പോ സർവേശ്വര ഗ്രഹമായ വേഴം കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പൊ കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാൽ ഇവരുടെ അത്തം നക്ഷത്രക്കാരുടെ 11ാം ഭാവമാണ്. 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ 11ാം ഭാവത്തിൽ നിൽക്കുന്ന വേഴം ആരാണ്? ധനകാരകനാണ്. അപ്പൊ ധനകാരകനായ വേഴം 11ല് വരവിന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ധനപരമായ വരവ് ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വർഷം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ചില ഫലം ഇവിടെ സാമാന്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. കാരണം വരവിന്റെ സ്ഥാനത്താണല്ല വേഴം നിൽക്കുന്നത്. അതുകൊണ്ടാണ് സാമ്പത്തികമായ വരുമാനം വർദ്ധിക്കും. അതോടൊപ്പം തന്നെ ഇവർക്ക് രോഗശമനം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഇവർക്ക് ഈ വർഷം ഉണ്ടാകുന്നത്. ഗുണമുണ്ടാവും, ദോഷം ഉണ്ടാവും. അപ്പൊ രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. രോഗികളായി നിത്യ രോഗികളായി കഴിയുന്ന ചില ആൾക്കാരുണ്ടാവും. ഒട്ടും രോഗശമനമില്ലാതെ അതേപടി മുന്നോട്ട് പോകുന്ന ചില ഒരു അസുഖമുള്ളവരുണ്ടാവും. ഈ അത്തം നക്ഷത്രക്കാരായ ചില ആൾക്കാർ. അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പുതുവർഷം അവർക്ക് രോഗശമനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അവരുടെ ദുരിതങ്ങൾക്കും ശമനം ഉണ്ടാകുന്ന സമയം. അതായത് ഇപ്പൊ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒരു ദുരിതമോചനം കിട്ടുന്ന ഒരു വർഷമാണ് ഈ പുതുവർഷം. സാമ്പത്തികമായ ചെലവുകൾ ഇവർക്ക് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ വരുമാനം ഇവർക്ക് കിട്ടും. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ചില ചിലവുകളും ഇവർക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇഷ്ടകാര്യങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ഇവർക്ക് പല ഇഷ്ടകാര്യങ്ങളുണ്ടാവും. അവരെ ആലോചിച്ച് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നടക്കാതെ പോയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സമയം അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയവും കൂടിയാണ് ഈ വർഷം. ദൂരയാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഗുണകരമായി ഭവിക്കുന്നതാണ്. ദൂരയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ദൂരയാത്ര പോകാം. അത് ഗുണകരമാവുകയും ചെയ്യും. സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. സന്താനങ്ങളെ കൊണ്ട് അവരുടെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ ഇടവരുകയും അവരിൽ നിന്ന്
നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഇവർക്ക് കണ്ടകശനിയാണ്. അത് 7-ലാണ് ശനി നിൽക്കുന്നത്. പക്ഷേ ആ 7-ൽ നിൽക്കുന്ന ശനിയെ ഇവരുടെ 11-ൽ നിൽക്കുന്ന വേഴം തന്റെ വിശേഷ ദൃഷ്ടിയായ 9-ാം ദൃഷ്ടി കൊണ്ട് ശനിയെ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോ ഇവരുടെ കണ്ടക ശനിയാണ് 7-ല് ശനി നിൽക്കുന്നത്. അപ്പൊ ആ കണ്ടക ശനിയെ വേഴം തന്റെ 9-ാം ദൃഷ്ടി കൊണ്ട് നോക്കുന്നതിന്റെ പേരിൽ ഇവരുടെ ശനിദോഷം, കണ്ടക ശനിദോഷം കുറയാനും സാധ്യതയുണ്ട്. 7 എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവും, ഭർത്താവിന് 7-ഉം കളത്രഭാവമാണ്. മനസ്സിലായ? അപ്പൊ ആ കളത്രഭാവത്ത് ഉള്ള ആ ശനിയുടെ നിപ്പ് ദാമ്പത്യ ഐക്യതയില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. എന്നാൽ ഈ ശനിയെ വേഴം നോക്കുന്നതിന്റെ പേരിൽ തീർച്ചയായിട്ടും ആ ശനിയുടെ ദോഷം കുറഞ്ഞു കിട്ടും. കാരണം വേഴത്തിന്റെ ആ ദിവ്യദൃഷ്ടി, സ്പെഷ്യൽ ദൃഷ്ടി, വേഴം എവിടെയോ ദൃഷ്ടി ചെയ്യുന്നുവോ ആ സ്ഥലം ശുദ്ധമാകും. അപ്പൊ ഒരു പാപഗ്രഹമായ ശനിയെ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ശനിയുടെ പാപത്വം കുറയും. അതാണ് മെയിനായിട്ട് ജ്യോതിഷപരമായിട്ട് പറയാനുള്ളത്. അപ്പൊ ശനിയെ വേഴം ദൃഷ്ടി ചെയ്യുന്നതിനാലും ദമ്പതിമാരുടെ ഐക്യമില്ലാത്ത പ്രവർത്തികൾക്ക് അത് മാറ്റം വരും. അവിടെ ഒരു ഐക്യത വരും. അവർ തമ്മിൽ ഐക്യതയില്ലാതെ പോകുന്നവരെ സംബന്ധിച്ച് അവിടെ ഒരു ഐക്യത വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദമ്പതിമാരെ സംബന്ധിച്ച് ശത്രുക്കളുടെ ശല്യവും ഉണ്ടാകാനും ഇടയുണ്ട്. എന്നാലോ ശത്രുക്കളുടെ ശല്യം ഇവരെ സംബന്ധിച്ച് ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള വർഷമാണ്. ഇൻഷുറൻസ് ആനുകൂല്യം കിട്ടാനുള്ളവരാണെങ്കിൽ അവർക്കത് കിട്ടാനിടവരും. ഇൻഷുറൻസ് ആനുകൂല്യം കിട്ടും. ചില പ്രവർത്തികളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ച് ഇവർ ചെയ്യുന്ന ചില പ്രവർത്തികളിലൊക്കെ ഇവർക്ക് നല്ല ആത്മവിശ്വാസം കിട്ടുന്ന ഒരു സമയമാണ്. കാരണം വേഴം 11-ൽ നിൽക്കുമ്പോൾ ശുഭസ്ഥാനത്തല്ലേ വേഴം നിൽക്കുന്നത്. അവർക്കൊരു ആത്മവിശ്വാസം അതിലൂടെ വർദ്ധിക്കും. ചില പ്രവർത്തികളിൽ അതോടൊപ്പം ഇവർക്ക് മാനഹാനികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ശനി ചില സമയത്ത് ശനിയുടെ സ്വഭാവം കാണിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് വേഴം ദൃഷ്ടി ചെയ്താലും ശരിയാണ്. കാരണം ശനിക്ക് ശനിയുടേതായ ഒരു ഇതുണ്ട്. എപ്പോഴും ആ ശനി അങ്ങനെ നിന്നൊന്നും വരില്ല. എല്ലാവരും മറ്റുള്ളവരെ ചൊൽപ്പിടിക്കും. കാരണം ശനി ബാധിക്കാത്ത ദേവന്മാര് പോലുമില്ല, ഇല്ലേ? നമ്മുടെ ഈ പരമേശ്വരനെ, മഹാദേവനെ പോലും ശനി പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ എത്ര ശ്രമിച്ചാലും ശനി ചില സമയത്ത് ശനിയുടെ സ്വഭാവം കാണിക്കും. അപ്പൊ അതുകൊണ്ട് വേഴത്തിന്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്, ശരിയാണ്. പല സമയങ്ങളിലും ആ ദൃഷ്ടി കൊണ്ട് പാപത്വം കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പൊ ചില സമയത്ത് ഇവർക്ക് മാനഹാനി ഉണ്ടാകാനിടയുണ്ട്. പ്രണയ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. പ്രണയ കാര്യങ്ങൾ, അതായത് പ്രേമിക്കുന്നവരെ സംബന്ധിച്ച് ഇവർക്ക് നല്ല സമയമാണ്. ദുർജനങ്ങളുമായുള്ള സഹവാസം ഇവരെ സംബന്ധിച്ച് ദോഷം ചെയ്യുന്ന വർഷമായിരിക്കും. ഇവര് ഒരു ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും പെട്ടെന്ന് ആ കൂട്ടുകെട്ടുകളിൽ നിന്നും മുക്തി നേടേണ്ടതാണ്, അതിൽ നിന്ന് വിട്ടുപോരേണ്ടതാണ്. അല്ലെങ്കിൽ അവർക്കത് ദോഷമായി ഭവിക്കുന്നതാണ്. പൊതുവെ ഈ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ പുതുവർഷം ഗുണവും ദോഷവും കിട്ടുന്ന, അതായത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.